ഇല്ലേ? വെച്ചിട്ട് കൊണ്ടുപോകുന്നേ ഇല്ല. അപ്പോൾ അവിടെയൊക്കെ പ്രശ്നം എന്താ? ചില കുട്ടികൾ എന്ത് ചെയ്യുന്നില്ല, പുസ്തകം പഠിക്കാൻ ഉപയോഗിക്കുന്നേ ഇല്ല. അപ്പൊ എവിടെയാ പ്രശ്നം? നിങ്ങൾ പറ, എവിടെയാ പ്രശ്നം? അതല്ല, ഇത്തരം വിഷയങ്ങൾക്ക് ഐഡിയകളോട് പരിഹരിക്കണം. പക്ഷെ അതില് നേരത്തെ അവിടെ ചോദിച്ചിരുന്നു, പിന്നെ മാത്സിന്റെ ഹോംവർക്ക് ആയിട്ട് വന്നോട്ടെ. അപ്പൊ മാത്സിൽ ഇപ്പൊ ഒരു ക്ലാസ്സിൽ ഒരേ സമയം ഒരു ഹോംവർക്ക് 2 ഹോംവർക്ക് ബോർഡ് ചെയ്യാൻ പറ്റും, ബാക്കി ഒരു വീട്ടിൽ ചെയ്യുന്നതാണ്. മാത്സ് എന്ന വിഷയം ചില കുട്ടികൾ നല്ല താല്പര്യമില്ല, ചില കുട്ടികൾ തീരെ താല്പര്യമില്ല, ചിലർക്ക് വീട്ടിൽ ചെയ്യാൻ കഴിയില്ല. ഈ പോയിന്റിൽ ഞാൻ വിയോജിക്കുന്നു. അതായത് മാത്സ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പൊതുവെ ഒരു പ്രയാസമുള്ളതാണ്. നോ, അങ്ങനെയില്ല. മാത്സ് എന്ന് പറയുന്നത് ഒരു ഗെയിമാണ്. ശരിക്കും മാത്സ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റും അങ്ങനെയെന്ന് പറയാം. മാത്സ് എസ്പെഷ്യലി എന്ത് പറയാം, ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് മാത്സ്. പക്ഷെ എന്തു വേണം, സ്കിൽ റിലേറ്റഡ് ആയിട്ട് പഠിപ്പിക്കണം. അതായത് ഞാൻ അതിൻ്റെ നേരത്തെ ഒന്നും കൂടി പറഞ്ഞത്, ഒന്നുകൂടി മാത്സ് മേഡം ഇടപെടണേ. അതായത് നിങ്ങൾ ആ ക്ലാസ് ലെവലിൽ ഒരു കുട്ടി മാത്സിൽ അച്ചീവ് ചെയ്തിരിക്കേണ്ട സ്കില്ലുകൾ എന്തൊക്കെയാണ്? അതായത് മാത്സ് പഠിക്കേണ്ടത് ത്രൂ സ്കില്ലാണ്. മാത്സ് പഠിക്കേണ്ടത് ത്രൂ സ്കില്ലാണ്. സ്കില്ലുകൾ, ബേസിക് ആയിട്ടുള്ള സ്കില്ലുകൾ ഈ കുട്ടിക്കുണ്ടോ? ഞാൻ ടീച്ചേഴ്സിനോട് ഇടയ്ക്ക് റെക്കമെൻഡ് ചെയ്യാണ്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ റമഡിയൽ ടീച്ചിങ്, അതുപോലെ ലേണിംഗ് ഡിസബിലിറ്റി, ഈ മേഖലയിലൊക്കെ കഴിവുറ്റ ഒരു റിസോഴ്സ് പേഴ്സണാണ് വിനി ജോസഫ് സാർ. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, നീ നിൻ്റെ കുഞ്ഞിനെ അറിഞ്ഞോ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അദ്ദേഹത്തിന് പേഴ്സണലി അദ്ദേഹത്തിനൊരു ഓർഗനൈസേഷൻ ഉണ്ട്, അസോസിയേഷൻ ഫോർ ലേണിംഗ് ഡിസബിലിറ്റി ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്, ALDI എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ സെൻ്ററായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ പുസ്തകം ഒരു 750 രൂപയെ അതിനുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കോണ്ടാക്ട്സ് ഒക്കെ തരാം. അത് വായിച്ചിട്ട് അതിൻ്റെ 25ാമത്തെ ചാപ്റ്ററിൽ എന്ത് പറയുന്നുണ്ടെന്നറിയോ? 24ാമത്തെ ചാപ്റ്ററിൽ 1 hour അസസ്മെൻറ്റ് പറയുന്നുണ്ട്. എങ്ങനെയാണ് ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെൻറ്റ് അസസ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. ശേഷം പഠിപ്പിക്കാനും പരിശോധിക്കാനുള്ള ലിറ്റ് ലെവൽ ഓഫ് ഇൻ്റർവെൻഷൻ ടൂൾ പറയുന്നുണ്ട്. അഥവാ മാത്തമാറ്റിക്സ് പഠിക്കേണ്ടത് ഏത് സ്കില്ലിലൂടെയാണെന്ന് പറയുന്നുണ്ട്. സ്കിൽ ത്രൂ ആണ് കുട്ടികൾ പഠിക്കേണ്ടത്. നമ്മൾ നോളേജ് ത്രൂ പഠിപ്പിക്കാറുണ്ട് ഭൂരിപക്ഷവും. അവിടെയാണ് ഈ പ്രയാസം നേരിടുന്നത്. സ്കിൽ ത്രൂ പഠിപ്പിക്കുന്ന സമയത്ത് എന്താ കിട്ടുന്നതെന്നറിയോ? ഈ കുട്ടികൾക്ക് നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണമെന്ന് പഠിപ്പിച്ചാൽ ഗെയിം പോലെ കുട്ടികൾ അതിനെ ഫോളോ ചെയ്യും. വീട്ടിലെത്തിയാലും കുട്ടികൾ ആ പണി എടുത്തുകൊണ്ടേയിരിക്കും. ശ്രദ്ധിക്കേണ്ടത് ഒരു നിങ്ങൾ സ്ഥാപിക്കേണ്ട ഒരു അടിസ്ഥാന തത്വം, ഒരു കുട്ടിക്ക് വീട്ടിലെത്തിയിട്ടും എനിക്കത് പഠിക്കണം എന്ന് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ സ്ഥാപിക്കേണ്ടത് കുട്ടിയുടെ യഥാർത്ഥ രൂപം ആസ്വദിച്ച് പഠിക്കലാണ്. ആസ്വദിച്ച് പഠിക്കലില്ലെങ്കിൽ നിങ്ങൾ അന്വേഷിക്കണം, എന്ത് മിസ്സായതുകൊണ്ടാണ്, എന്ത് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഈ കുട്ടിക്ക് ആസ്വദിച്ച് പഠിക്കാൻ പറ്റാത്തത് എന്ന് അന്വേഷിക്കണം. വെൽക്കം സാർ. നമ്മൾ സ്കില്ല് വെച്ച് പഠിപ്പിച്ചാലും പാരൻസിന് വേണ്ടത് എക്സാമിന് മാർക്കാണ്. അവർ വരുമ്പോൾ ഓട്ടോമാറ്റിക് ചോദിക്കുക, നമ്മൾ എന്താണ് മാർക്കില്ല, നിങ്ങൾ എന്ത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ കുട്ടി വീട്ടിലിരുന്ന് നോക്കിയോ, ജസ്റ്റ് നമുക്ക് എല്ലാ കുട്ടികളും ബ്രില്യൻ്റ് അല്ല. അപ്പോൾ ഇവർ വന്ന് നോക്കുന്ന സമയത്ത് ചില കുട്ടികൾക്ക് ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ മതി, ചിലവർക്കത് റിപ്പീറ്റ് ചെയ്യണം. ഞാനൊന്ന് അതിലൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ. എല്ലാ കുട്ടികളും ബ്രില്യൻ്റ് അല്ല. ഈ സാധനം തിരുത്തേണ്ടതാണ്. വ്യാപകമായി നമ്മൾ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിലൊക്കെ വ്യാപകമായി പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്, കുട്ടികൾ എക്സലൻറ്റ്, ആവറേജ്, ബിലോ ആവറേജ്, ഇങ്ങനെയാണ്. ദയവായിട്ട് ഈ ആശയം പറയരുത്. സത്യം ഇങ്ങനെയല്ല. കുട്ടികൾ ലേണിങ്ങിന് ഉപയോഗിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് വിഷ്വൽ, കിനസ്തറ്റിക്, ഓഡിറ്ററി ആണ്. അതുകൊണ്ട് തന്നെ അത് അപ്രോച്ച് ചെയ്യുന്നിടത്ത് നമ്മൾ ടീച്ചിങ്ങിൽ പരാജയപ്പെടുന്നത് കൊണ്ട് ചിലർ ബ്രില്യൻ്റ് അല്ല എന്ന് നമുക്ക് തോന്നുകയാണ്. അല്ല, അതെ സാർ, എനിക്ക് മാത്സ് ആണ്, വേറെ സബ്ജക്റ്റ് എനിക്ക് പോകില്ല. അപ്പം എൻ്റെ അങ്ങനെ എല്ലാ കുട്ടികൾ എല്ലാ സബ്ജക്റ്റ് പറ്റില്ലല്ലോ. എനിക്ക് മാത്സിലാണ് ബ്രില്യൻ്റ്, എനിക്ക് സോഷ്യൽ, മലയാളം അതൊന്നും എന്നെ കൊണ്ട് കഴിയില്ല.
ജസ്റ്റ് വായിച്ചു വിട്ട് ജസ്റ്റ് പാസ്സാവുന്നുള്ളൂ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചില കുട്ടികൾ നമ്മളൊരു പ്രോബ്ലം കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡോടെ അത് ചെയ്തു തരും. ഞാൻ പറഞ്ഞത് ഈ ഒരു ആശയത്തിൽ ഭയങ്കര പ്രശ്നം സൃഷ്ടിക്കുന്നു. എന്ത്, ഇത് ബുദ്ധിക്കുറവാണ്, അല്ലെങ്കിൽ അവർക്ക് വഴങ്ങാത്തതല്ല വിഷയം. പിന്നെ ഈ ലാംഗ്വേജ്, നിങ്ങൾ ലേണിങ്ങിന് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് വ്യത്യാസപ്പെടുന്നു. എന്തുകൊണ്ടെന്നറിയാം? നമ്മൾ ക്ലാസ് എടുക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ക്ലാസ് എടുക്കുന്നു, കുട്ടികൾ അത് കേൾക്കുന്നു. ഇതിന് പറയുക ഓഡിറ്ററി എന്നാണ് പറയുക. ഈ ഓഡിറ്ററി കുട്ടികളിൽ 20% ആണ്. 20% മുന്നിൽ വെച്ചാണ് സത്യത്തിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കുറേ വിഭാഗം അവർ പല സബ്ജക്റ്റിൻ്റെയും ആളല്ലാതെ പോകുന്നത് അതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ സ്കിൽ മുഖേന പഠിപ്പിക്കുന്ന സിസ്റ്റം വന്നാൽ നമുക്ക് പാഠങ്ങളിൽ പിന്നോട്ട് പോകില്ല, പാഠങ്ങൾ ഫാസ്റ്റാകുക ചെയ്യുക. 2-3 ചെറിയ ഫലങ്ങൾ ഉപയോഗപ്പെടുത്താം. ഉദാഹരണത്തിന് ഇപ്പം മാത്സിൻ്റെ ഫോർമുല അത്തരം സംഗതികളൊക്കെ ഉപയോഗപ്പെടുത്തുമ്പോൾ ഷോർട്ടിംഗ് മെത്തേഡുകൾ ഉപയോഗപ്പെടുത്താൻ എളുപ്പമാണ്. മറ്റൊന്ന്, ചോദ്യങ്ങൾ ഉണ്ടാക്കി പഠിക്കുക എളുപ്പമാണ്. ക്വസ്റ്റ്യൻ മേക്കിംഗ് എളുപ്പമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇന്ത്യയിൽ സൂപ്പർ 30 ട്യൂഷൻ എന്ന ഒരു വലിയ സംവിധാനം, വലിയൊരു സംരംഭം, JEE പോലെയുള്ള എൻട്രൻസ് എക്സാമുകളിൽ കൂടുതൽ ആൾക്കാരെ ഒരേ വർഷം ബീഹാറിലെ ഗല്ലികളിൽ, ചെറിയ ഈ പാവപ്പെട്ടവർ താമസിക്കുന്ന പ്രദേശങ്ങളിലുള്ള പാവപ്പെട്ടവർ കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് പഠിപ്പിച്ചിട്ട് IITകളിൽ കൂടുതൽ പേരെ ഒറ്റ വർഷം എൻട്രൻസ് നേടിക്കൊടുത്ത സംവിധാനമാണ് സൂപ്പർ 30 ട്യൂഷൻ. അവരുപയോഗിച്ച ഏറ്റവും വലിയ ടെക്നിക് ക്വസ്റ്റ്യൻ മേക്കിംഗ് ആയിരുന്നു. ചോദ്യമുണ്ടാക്കുക, കുട്ടികൾക്ക് ചോദ്യമുണ്ടാക്കാൻ കൊടുക്കുക, ഷോർട്ടിങ്, കണക്റ്റിംഗ്. ഒരു സബ്ജക്റ്റ് പറയുമ്പോൾ അവർക്കറിയാവുന്ന ഏതെങ്കിലും ഒരു വിഷയവുമായി കണക്ട് ചെയ്ത് പറയുക. ഇപ്പോൾ പിന്നെ നിങ്ങൾ സോഷ്യൽ സയൻസ് പഠിപ്പിക്കുകയാണ്, നിലമ്പൂർ എന്ന് പറയുമ്പോൾ ആ വാക്കിനോട് അനുയോജ്യമായ എന്തോ ഒരു വസ്തുവിനെ, അവർക്ക് പരിചയമുള്ളൊരു വസ്തുവിനെ കണക്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം ഇങ്ങനെ അവർക്ക് ഏറ്റവും എളുപ്പമുള്ള, അവരുടെ മൈൻഡിൽ സ്ഥിരപ്പെട്ടൊരു സാധനമായിട്ട് കണക്ട് ചെയ്യുക. കണക്റ്റിംഗ്, ഷോർട്ടിംഗ്, ക്വസ്റ്റ്യൻ മേക്കിംഗ്, ഇത്തരം മെത്തേഡുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മക്കൾ എന്ത് ചെയ്യും? വളരെ പെട്ടെന്ന് പഠിക്കുകയും പഠിച്ചത് ഓർക്കുകയും ചെയ്യും. മെമ്മറി ടെക്നിക്കുകളിൽ വളരെ പ്രധാനമാണ് റിവിഷൻ ടെക്നിക്ക്. റിവിഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പഠിച്ച സാധനം തന്നെ റിപ്പീറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അരമണിക്കൂർ എടുത്ത് പഠിച്ചത് റിപ്പീറ്റ് ചെയ്യാൻ 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ ആവശ്യം വരുള്ളൂ. ഇന്ന് അരമണിക്കൂർ കൊണ്ട് പഠിച്ചത് നാളെ റിപ്പീറ്റ് ചെയ്യാൻ, ഞാൻ ഇപ്പോൾ ഉദാഹരണം പറയാറുണ്ട്. ഒരു ദിവസം സോഷ്യൽ സയൻസ് ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചർ ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെ നല്ല ഉഷാറിൽ ക്ലാസ് എടുക്കുമ്പോൾ ഒരു കുട്ടി ഉറങ്ങി. അപ്പോൾ 1-ാം ലോക മഹായുദ്ധമാണ് വിഷയം, 2-മത്തെയോ 3-മത്തെയോ ക്ലാസ്സാണ്. അപ്പോൾ ടീച്ചർ ഉറങ്ങിയ കുട്ടിയോടൊരു പണിഷ്മെൻ്റ് എന്നുള്ള നിലയ്ക്ക് വിളിച്ചുണർത്തിയിട്ട് ചോദിച്ചു, 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങൾ പറഞ്ഞു. അപ്പോൾ കുട്ടി ഉറക്കത്ത് നിന്ന് പാതി എണീക്കുമ്പോൾ തന്നെ എന്ത് പറഞ്ഞു എന്നറിയോ? രാസമസൈസ എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ വിചാരിച്ച് ബാലരമ ഉറക്കത്ത് വായിച്ചിട്ട് പാസ്വേഡ് പറഞ്ഞതാണ്. 2-മത് ചോദിച്ചപ്പോൾ അതന്നെ പറഞ്ഞു. 3-മത് ടീച്ചർ വിശദീകരണം ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞു രാഷ്ട്രീയം, സാമ്പത്തികം, സൈനികം, സാമൂഹികം, ഇത്തരം കാരണങ്ങൾ, മതപരം, ഈ കാരണങ്ങളല്ലേ ടീച്ചർ പറഞ്ഞത്, അതാണ് രാസമസൈസ. ഷോർട്ടിങ് സിമ്പിളാണ്, ഏതുറക്കത്തും കുട്ടിക്ക് എഴുന്നേറ്റ് പറയാൻ പറ്റും. അപ്പോൾ ഇത്തരം മെത്തേഡുകൾ മാത്സിൽ ഉപയോഗിക്കാം. ഷോർട്ടിങ്, കണക്റ്റിംഗ് അവർക്ക് എപ്പോഴും ഓർക്കാൻ പറ്റും. അത് തന്നെ റിപ്പീറ്റേഷൻ, പഠിച്ചത് 1-ാം ദിവസം 30-ാം 7-ാം ദിവസം 30-ാം ദിവസം 90-ാം ദിവസം 1, 7, 30, 90 ഈ ദിവസങ്ങളിൽ റിപ്പീറ്റ് ചെയ്യുക. ഇതിനൊക്കെ ടെക്നിക്കുകളുണ്ട്. നിങ്ങൾ പറ്റുമെങ്കിൽ സ്ട്രോങ് റിവിഷൻ ടെക്നിക്ക് എൻ്റെ പേരോട് ചേർത്ത് സെർച്ച് ചെയ്താൽ യൂട്യൂബ് ചാനലിൽ ഞാൻ ചെയ്ത ഒരു വീഡിയോ ഉണ്ട്, അത് ഉപയോഗപ്പെടുത്താം. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തിയാൽ വളരെ പെട്ടെന്ന് കുട്ടികൾ പഠിക്കും. പക്ഷെ പഠിക്കുന്ന സമയത്ത് കുട്ടികൾ ഫാസ്റ്റായിട്ട് പഠിക്കുകയാണ് ചെയ്യുക. പരീക്ഷയിൽ ബാക്കൗട്ട് ആകൂല. പരീക്ഷയിൽ കൂടുതൽ മാർക്ക് കിട്ടുകയാണ് ചെയ്യുക, മാർക്ക് കുറയല്ല ചെയ്യുക, കൂടുതൽ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നു. നമുക്ക് 2 മണിക്കല്ലേ സാർ പറയാം.
അതിൽ ടച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു പ്രവണത ഉണ്ടാകുന്നത്. അവിടെ നമ്മൾ കുറേ തിരുത്താനുണ്ടാകും. പക്ഷെ തിരുത്തലാണല്ലോ നമുക്ക് സേഫ് ആകാനുള്ള വഴി. അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഈ കാൽക്കുലേഷൻ, അത് ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്തുള്ള കാൽക്കുലേഷനും അതിൻ്റെ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് ഇത്തരം സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു വശമാണ് കുട്ടികൾ ഒഴിഞ്ഞു പോകുന്നത് എന്തിൻ്റെ പേരിലാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അവിടെ ചിലയിടത്തൊക്കെ പല കാരണങ്ങൾ പറയുന്നത് കാണാം. ഇപ്പോൾ ഫൈനാൻഷ്യൽ, സത്യത്തിൽ ഫൈനാൻഷ്യൽ ഒരു റീസണേ അല്ല. എത്ര ഫൈനാൻഷ്യൽ ഈ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അവരനുഭവിക്കുന്നു. മോഡ്, അതായത് ഹാപ്പിനെസ് മോഡ് കുട്ടികൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെലവഴിച്ചും രക്ഷിതാക്കൾ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഡിപ്പെൻഡ് ചെയ്യും. ഒന്ന്, അച്ചീവ്മെൻറ്റ് മാക്സിമം വോള്യം കിട്ടണം. രണ്ട്, ഈ പ്രോസസ്സിങ് നടക്കുമ്പോൾ അതൊരു ഹാപ്പിയസ്റ്റ് മോഡായിരിക്കണം. ഈ രണ്ട് സംഗതി നടക്കുമോ? ഷുവർ, രക്ഷിതാക്കൾ ആ സ്ഥാപനത്തെ ഡിപ്പെൻഡ് ചെയ്യും. പ്രത്യേകിച്ച് ഇനി ഓട്ടോണമസ് സിസ്റ്റമൊക്കെ വരികയാണ്. അത് വന്നാൽ പോലും ഇത്തരം സ്ഥാപനം, ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു സംഗതി നിലനിർത്താൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ സ്ഥാപനത്തെ സമൂഹം അവലംബിക്കും. ഇത് സാറ് കരുതുന്നതല്ലേ? അല്ല, സാർ എപ്പോഴെങ്കിലും ഞാനിപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയോ? പി ആർ എന്ന് പറയുന്നത് ഒരാൾ പ്രാക്ടീസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഡൂയിങ്, റെക്കോർഡിങ്, ഷെയറിങ്. ഈ മെത്തേഡിൽ പ്രാക്ടീസ് ചെയ്ത ഒരാൾ ഇങ്ങനൊരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ അനുസരിക്കും. അതായത് സാർ പറഞ്ഞു, ബാക്കി പറഞ്ഞു. അതും ശരിയാണ്. അവര് തന്നെ ഒന്നിച്ച് എപ്പോഴാണ് അത് ഇടുക? നിങ്ങൾക്ക് ഫേംനെസ് ഇല്ലാതെ പോകുമ്പോൾ. ഫേംനെസ് വേണം. എന്ത് നടക്കണം, എന്ത് നടക്കരുത്, അതിൽ ഫേംനെസ് വേണം. അതൊക്കെ ഇവിടെ എല്ലാം അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നത് എപ്പോഴാണ്? വെൻ യു കംപ്ലീറ്റ് പി ആർ. നിങ്ങൾ എപ്പോഴാണോ പി ആർ പ്രാക്ടീസ് ചെയ്യുന്നത് അവിടെയാണ് ഇതൊക്കെ നടക്കാൻ പോകുന്നത്. മിറാക്കിൾ. ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തിരുന്നു, ഒരു ബുക്കിലെറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിരുന്നു. പിന്നെ അവർക്ക് എഴുതിയത് കാണിച്ചു കൊടുത്താലും അതവർക്കൊരു സീരിയസ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. സംഭവിക്കും. അത് ഞാൻ അവിടെ നിർത്തിയത്. ഇത് സംഭവിക്കും. എവിടെയാ പ്രശ്നം? എവിടെയാ? നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് അതിൻ്റെ കോഗ്നിറ്റീവ് മോഡിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളത് പ്രാക്ടീസ് എന്ന് ഞാൻ പറഞ്ഞ കണ്ടീഷൻ പാലിക്കണം. അതായത് ഞാൻ മനസ്സിലാക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാകേണ്ട ഒരു വിഷയം, IME-യുടെ മാനേജേഴ്സിലും അതുപോലെ ടീച്ചേഴ്സിലും ഒക്കെ ആയിട്ട് 12 വർഷത്തോളം തുടർച്ചയായി ട്രെയിനിങ് ഫീൽഡ് അനുഭവിച്ച ഒരാൾ ഒരു സമൂഹത്തോട് ഇതല്ലാത്തൊരു ട്രെയിനിങ് ആവശ്യമുണ്ട്, അത് അവൈലബിൾ ആണെന്ന് പറയണമെങ്കിൽ അതല്ലാത്തൊന്നെൻ്റെ കയ്യിൽ വേണ്ടേ? അത് വേണം. അതാണ് ഈ സാധനം. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്താ ഇത് പ്രാക്ടീസ് ചെയ്യലാണ്. സാറ് പറയുന്നത്, സാർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം 7th ക്ലാസ് ടീച്ചറായിരുന്നു. അവിടെ കുറച്ച് വിദ്യാർത്ഥികൾ, ഒരു 10-15 വിദ്യാർത്ഥികൾ സാർ എന്ത് ടെക്നിക്സ് ഉപയോഗിച്ചാൽ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കും, ഹാർഡ് ആയിട്ട് അതൊക്കെ പരാതി എങ്ങനെയാണ് അതിനത് ബന്ധപ്പെട്ടത്. പക്ഷെ അതില് ഇവര് ചെറിയ ക്ലാസ്സിലെ ഈ സ്വഭാവമുള്ള ആളുകളാണ്. അത് എനിക്ക് മാത്രമുള്ളതല്ല, മൊത്തത്തിൽ ആ ക്ലാസ് 7th അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഞാൻ നമ്മുടെ അനുഭവം സാറായിട്ട് കഴിഞ്ഞതിനെ ഞാൻ അംഗീകരിക്കാം. പക്ഷേ
ഞാനിപ്പോൾ പറഞ്ഞ ഇത് പ്രാക്ടീസ് ചെയ്യാൻ, അതായത് ഞാൻ ഈ പറയുന്നത് എന്താ, നിങ്ങൾ PR എന്ന് പറയുന്നത് പ്രാക്ടീസ് ആകണമെങ്കിൽ ഒരു സംഗതി ചെയ്യുന്നത് ഇൻസിഡൻ്റാണ്. നിങ്ങളൊരു സംഗതി ചെയ്യുന്നത് ഒരു ഇൻസിഡൻ്റാണ്. അത് പ്രാക്ടീസ് ആകുന്നത് എപ്പോഴാണ്? ബൈ ട്രെയിനർ, പരിശീലിക്കുമ്പോഴാണ്. ഞാനൊരു എക്സ്പീരിയൻസ് പറയാം. ഒരു ദിവസം ഞാൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ സ്കൂളിൽ ഓഫീസിൽ ചെന്ന് പോർട്ടലൊക്കെ ചെക്ക് ചെയ്ത് ചായ കുടിക്കാൻ നാസ കഴിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ ഈ ഇറങ്ങുമ്പോൾ തൊട്ടടുത്ത് ഞങ്ങളുടെ തന്നെ മറ്റൊരു ക്യാമ്പസാണ്, 2000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു CBSE ക്യാമ്പസ്. ഈ ക്യാമ്പസിലെ മോറൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് എന്നെ വിളിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു സീരിയസ് ആണ്, ഒന്ന് നേരിട്ട് കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ ഉണ്ട്, ഇപ്പോൾ ചായ കുടിക്കാൻ ഇറങ്ങുകയാണ്, ക്യാൻറ്റീനിലേക്ക് വന്നോളാൻ പറഞ്ഞു. ക്യാൻറ്റീനിലേക്കല്ല, എൻ്റെ ക്യാബിനിലേക്ക് വരാൻ പറഞ്ഞു. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. അദ്ദേഹം എന്നെക്കാൾ 30 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന് രാവിലെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ 5ാം ക്ലാസ്സിൽ ഒരു ക്ലാസ് ടീച്ചർ 8:30 തുടങ്ങിയ ക്ലാസ്സിൽ 8:40 കഴിയുമ്പോഴേക്ക് ടീച്ചർ എൻ്റെ ഓഫീസിലെത്തിയിട്ടുണ്ട്. ടീച്ചർ വല്ലാതെ വാവിട്ട് കരഞ്ഞു. ഒരു കൊച്ചു കുഞ്ഞ് കരയും പോലെ ഇരുന്ന് കരഞ്ഞതിന് ശേഷം ടീച്ചർ പറഞ്ഞു, ഞാൻ ഇന്ന് രാവിലെ ക്ലാസ് പോയപ്പോൾ ഞാൻ കുട്ടികളോട് വളരെ സ്നേഹത്തോടെ പെരുമാറുകയൊക്കെ ചെയ്തു. പക്ഷേ ഒരു കുട്ടി അവൻ ഹോംവർക്ക് ചെയ്തില്ല. ഈ ഹോംവർക്ക് ചെയ്യാതിരുന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇനി നാളെയും ചെയ്യാതെ വന്നാൽ ഞാൻ വടിയുണ്ട്. ഇത് പറഞ്ഞപ്പോൾ കുട്ടി വളരെ ഒരു കുസലുമില്ലാതെ കുട്ടി തിരിച്ചു ചോദിച്ചു, 5 രൂപ കൊടുത്താൽ എനിക്കും കിട്ടൂലേ ചൂരൽ? 5 രൂപ കൊടുത്താൽ എനിക്കും കിട്ടൂലേ ചൂരൽ? അപ്പോൾ ടീച്ചർക്ക് ഇത് വല്ലാതെ ഇമോഷണലായി. കൊണ്ടുപോയ ടെസ്റ്ററും പേനയും എല്ലാം കൂടി എടുത്ത് ടീച്ചർ ഇങ്ങനെ തിരിച്ച് ഇറങ്ങുമ്പോൾ പറഞ്ഞു, ഇനി ഞാൻ ഈ ക്ലാസ്സിൽ വരുന്നില്ല. 3 കുട്ടികൾ ഒന്നിച്ച് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു വിഷ് ഓൾ ദി ബെസ്റ്റ്, ടീച്ചർ പോയി നന്നായിട്ട് പറഞ്ഞു. അപ്പോൾ ഈ ടീച്ചർ ഇനി ആ ക്ലാസ് പോകുന്നൊരു കാര്യം ആലോചിച്ച് നോക്കുന്നുണ്ട്. ക്ലാസ് ടീച്ചറാണ്, പക്ഷെ പ്രിൻസിപ്പാൾ ക്യാബിനിലേക്ക് ചെന്നാൽ അയാൾ ഒരു റിട്ടയർഡ് പ്രൊഫസറാണ്. അയാൾ ഭംഗിയായിട്ട് ഇംഗ്ലീഷിൽ ചോദിക്കും, നിങ്ങൾ എവിടെ നിന്നാണ് B.Ed കംപ്ലീറ്റ് ചെയ്തത്? ഈ 5ാം ക്ലാസ്സുകാരെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അയാൾ ചോദിക്കും. പക്ഷേ ഇത് അവിടെയും ചെന്നുകൂടാ, ജോലി റിസൈൻ ചെയ്ത് പോകാനും പറ്റില്ല, അത്രയും പ്രാരാബ്ദമുള്ളൊരു ടീച്ചറുമാണ്. അപ്പോൾ ടീച്ചർ പിന്നെ കുറച്ച് സോഫ്റ്റ് കോർണർ MS ഹെഡാണ്. അപ്പോൾ മോറൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് എന്നുള്ളതിലേക്ക് അവിടെ വന്നു കരയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇത്രയും, അയാൾ ഭയങ്കര സമർത്ഥനാണ്, എൻ്റെ സംസാരിക്കുന്ന ആൾ, നിങ്ങൾക്കിത് ഡീൽ ചെയ്തുകൂടെ? അയാൾ പറഞ്ഞു, ആ ക്ലാസ്സിൽ എല്ലാ ടീച്ചറും പറയുന്നു ആ ക്ലാസ് അങ്ങനെയാണ്. പല ഉസ്താദുമാരും പല ടീച്ചേഴ്സും ആ ക്ലാസ് കാരണം ജോലി റിസൈൻ ചെയ്തു പോയവരുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് പരിഹരിക്കണം. അപ്പോൾ എനിക്ക് സത്യത്തിൽ അന്ന് ഫസ്റ്റ് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ കൃത്യമായ ഉറപ്പൊന്നും പറയാൻ കഴിയില്ലായിരുന്നു. പക്ഷെ അയാൾ എന്നെ നിർബന്ധിച്ചു, എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ഒന്നാക്കിയിട്ട് അത് പരിഹരിക്കണം, കാരണം അത് നമുക്ക് ഒരുപാട് പ്രശ്നം സൃഷ്ടിക്കും. അപ്പോൾ ഒരുപാട് ഡിവിഷൻ ഉള്ളതാണ്, 5ാം ക്ലാസ് തന്നെ ഒരു 10-20ഓളം ഡിവിഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ആ ക്ലാസ് പോകാൻ തീരുമാനിച്ചു. പക്ഷേ എനിക്ക് ഒരു മുൻധാരണയില്ല എന്ത് ചെയ്യണം. പക്ഷേ ഞാൻ പറഞ്ഞു 2 ആഴ്ച. ആ 2 ആഴ്ച ഞാൻ ആ ക്ലാസ്സിൽ പോയി. അതിൽ 1ാമത്തെ ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാ ടീച്ചേഴ്സും പറഞ്ഞു, ഇപ്പോൾ വളരെ ഹാപ്പിയാണ്, ക്ലാസ്സൊക്കെ ഉഷാറാണ്. എന്താണ് അവിടെ ചെയ്തതെന്ന് സത്യത്തിൽ ഒന്നും പറയാനില്ലായിരുന്നു. എന്താ സംഭവിച്ചത് ശരിക്കും? നമ്മളൊരു ക്ലാസ്സിലേക്ക് ചെല്ലുന്ന സമയത്ത് ഫസ്റ്റ് കുട്ടികൾക്ക് കൊടുക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഈ ആക്ടിവിറ്റീസാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസ്സിൽ ഓൾമോസ്റ്റ് ഇമ്പാക്റ്റ് മുഴുവനും സൃഷ്ടിക്കുന്നത്. ഞാൻ ആ ക്ലാസ്സിൽ പോയിട്ട് ജസ്റ്റ് കുട്ടികളോട് ടോക്ക്, ഒരു പീരീഡ് എന്ത് ചെയ്യുമല്ലോ, ഒരു പീരീഡ് ഞാൻ ആ ക്ലാസ്സിലേക്ക് പോകുന്നു, ജസ്റ്റ് അവരുടെ കൂടെ ഇരിക്കുന്നു, സംസാരിക്കുന്നു, തിരിച്ചു പോകുന്നു. ഇതിനിടയിൽ എന്ത് നടന്നു എന്നറിയാമോ? ഇതുവരെ ഇത്രയും കാലം ഈ കുട്ടികളെ കാരണങ്ങൾ നിരന്തരം, അതായത് പല കാരണങ്ങൾ നമ്മൾ പറയുന്നതെല്ലാം കുട്ടികളുടെ പ്രശ്നമല്ലായിരുന്നു, അതെല്ലാം നമ്മൾ ചാർത്തി കൊടുത്തതായിരുന്നു. ഇത് വെന്റിലേറ്റ് ചെയ്ത് പോയപ്പോൾ തന്നെ കുട്ടികൾ മാറാൻ തുടങ്ങി. എന്ന് മാത്രമല്ല, ഞാൻ ഈ ഒരാഴ്ചക്കിടയിൽ ഞാൻ അറിയാതെ ചെയ്തൊരു സംഭവം എന്താ അറിയോ, ഈ കുട്ടികളിൽ നിന്ന് സംഭവിക്കുന്ന ചെറിയ 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 നന്മകൾ. ഉദാഹരണത്തിന് ഒരു ദിവസം തൊട്ടടുത്ത 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസം
ഞാൻ അതേ സ്കൂളിനോട് ചേർന്ന് ഞാനൊരു ചടങ്ങിന് പോകേണ്ടതുണ്ടായിരുന്നു. കാരണം എനിക്ക് ഒരുപാട് കുറേ ഉത്തരവാദിത്തങ്ങളുള്ള ഒരാളാണ് ആ സമയം. അപ്പോൾ ചടങ്ങിന് പോകുമ്പോൾ അതിലൊരു കുട്ടി വന്നിട്ട് വളരെ റെസ്പെക്റ്റീവായി എന്നോട് സലാം പറഞ്ഞ് കൈ തന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. എന്നെ വല്ലാതെ ആകർഷിച്ചു ആ കുട്ടിയുടെ മെച്യൂരിറ്റി. ഈ കുട്ടിയെ ഞാൻ പിറ്റേ ദിവസം പ്രശംസിച്ചു. സത്യം പറയുകയാണെങ്കിൽ ഈ കുട്ടി ഇവരുടെ മുമ്പിൽ ഒരു ഭീകരവാദിയായിരുന്നു. ഇവൻ്റെ ഭീകരവാദങ്ങളെല്ലാം ഇത്തരം നന്മകളായിരുന്നു എന്നുള്ളത് അവരറിഞ്ഞിട്ടില്ല. പല ഭീകരവാദങ്ങളും ഇവൻ്റെ നന്മയായിരുന്നു. അത് പക്ഷെ നമ്മുടെ മുമ്പിൽ ഭീകരവാദമാണ്. എന്തുകൊണ്ട്? നമുക്കൊരു വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മൾ അച്ചടക്കം എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? പലപ്പോഴും എന്തിനെയോ ആണ്. അച്ചടക്കം എന്ന് പറയുന്നത് ഒബെയിങ് റൂൾ. പക്ഷെ നമ്മുടെ കാഴ്ചപ്പാടിൽ അച്ചടക്കം എന്ന് പറയുന്നത് കുട്ടി മിണ്ടാതിരിക്കുക, കുട്ടി നമ്മളെന്തോ ഉദ്ദേശിക്കുന്നത് കുട്ടിയിൽ സംഭവിക്കുക. ഇങ്ങനെ കുറേ മിസ്റ്റേക്കുകളാണ് ഈ കുട്ടികളെ ഇങ്ങനെയാക്കി തീർത്തത്. ആ ക്ലാസ്സിൻ്റെ ചരിത്രം മാറി. ആ ക്ലാസ്സിൻ്റെ ചരിത്രം മാറി. എന്ത് സംഭവിച്ചത്? ഞാനിവിടെ പറയുന്നത്, നിങ്ങൾ സന്നദ്ധമാണോ എങ്കിൽ, നിങ്ങൾ പരിശീലിക്കാൻ സന്നദ്ധമാണെങ്കിൽ നിങ്ങൾക്കൊരു റിയാലിറ്റി കാണാം. ഇവിടെ നേരത്തെ നമ്മൾ പെരുമാറിയതിനെക്കുറിച്ച് ഞാൻ അംഗീകരിക്കാത്തത് എന്തുകൊണ്ടെന്നറിയോ? നിങ്ങൾ PR പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് പറയണമെങ്കിൽ അത് നിങ്ങളുടെ സ്കിൽ മോഡായി വരണം. സ്കിൽ മോഡ് എന്താ? ഞാനൊരു ഉദാഹരണം പറയാം. ഒരാൾ സംഭാവന ചെയ്യുന്നു. സംഭാവന ചെയ്യുന്നത് എപ്പോഴാണ്? ഇപ്പം ഇന്ന് ബുധനാഴ്ച, നമ്മൾ ബുധനാഴ്ച ഇവിടെ നിന്ന് കൊയിലാണ്ടിയിലേക്കോ അല്ലെങ്കിൽ മഞ്ചേരിയിലേക്കോ ഒരു 4 വീലർ എടുത്ത് പുറപ്പെടുകയാണ്. പുറപ്പെടാൻ നോക്കുമ്പോൾ പൊള്യൂഷൻ ഇല്ലെങ്കിൽ നല്ലൊരു ഫൈൻ ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ പൊള്യൂഷന് വേണ്ടി ഒരു സ്ഥലത്ത് നിർത്താൻ ഒരു അരമണിക്കൂറെങ്കിലും മിനിമം സമയം ചിലവാകും. അരമണിക്കൂർ സമയം ചിലവായാൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയില്ല. നമ്മളിങ്ങനെ ആലോചിച്ചു എന്താ. അപ്പോൾ ഒരു ഭണ്ഡാരത്തിൽ 50 രൂപ ധർമ്മം ചെയ്താൽ അതൊരു നമുക്കൊരു ഒരു ഒരു അതിൽ രക്ഷപ്പെടാനുള്ള സാധ്യത അങ്ങനെ ഒരാൾ ചെയ്യാണ്. അതൊരു ഇൻസിഡൻ്റാണ്. മറ്റൊരു സംഭവം, ഒരാൾ എപ്പോൾ യാത്ര ചെയ്യുമ്പോഴും അയാൾക്കൊരു ദാനം ചെയ്യണം. യാത്ര എന്ന് പറയുന്നത് എന്തും സംഭവിക്കാവുന്ന, അപകടം സംഭവിക്കാവുന്ന ഒരു സാധ്യതയുള്ള ഒരു സംഗതിയാണ് യാത്ര എന്ന് പറയുന്നത്. ഇപ്പം എല്ലാ ദിവസവും യാത്ര ചെയ്യുമ്പോൾ ഒരാൾ സംഭാവന ചെയ്യും. രാവിലെ വണ്ടി എടുത്തിറങ്ങുമ്പോൾ അയാൾ ഒരു ഭണ്ഡാരത്തിൽ ഒരു ക്യാഷ് സംഭാവന ചെയ്യും. ഇതയാളുടെ സ്ഥിരം സ്വഭാവമാണ്. അയാളുടെ സ്ഥിരം സ്വഭാവമാണ്. അയാൾ ഒരു ദിവസം ഇറങ്ങുമ്പോൾ പോക്കറ്റിലും ക്യാഷില്ല, ഗൂഗിൾ പേയിലും ഇല്ല. ഭണ്ഡാരത്തിൽ പലപ്പോഴും ഇതുണ്ടാവും, അതുമില്ല. അയാൾ കൂട്ടുകാരനോട് ചോദിച്ചു, അവൻ്റെ അടുത്തും ഇല്ല. അന്നും അയാളിൽ ഈ സ്കില്ലുണ്ട്. അയാൾ ചെയ്യാത്ത ദിവസവും അയാൾ സ്കില്ലുണ്ട്. ചെയ്യാത്ത ദിവസം പോലും അയാളിൽ സ്കില്ലുണ്ട്. മറ്റിടത്ത് ചെയ്ത ദിവസവും അയാൾ സ്കില്ലില്ല, ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു വ്യത്യാസം. അത് സ്കില്ലാവുക എന്ന് പറഞ്ഞാൽ എന്താ? കിട്ടിയ ഒരാൾക്ക് ഫീൽ ചെയ്യണം. കിട്ടിയ ഒരാൾക്ക് എന്ത് ഫീൽ ചെയ്യണം? നാം കൊടുത്തത് ഫീൽ ചെയ്യണം. അപ്പോഴേ അത് കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ കുട്ടികൾക്ക് ഇത് ലവിങ് അല്ലേ? ഈ നിങ്ങൾ പറയുന്ന ആക്ടിവിറ്റി ലവിങ് അല്ലേ? ലവിങ് കുട്ടികൾക്ക് ഫീൽ ചെയ്യണ്ടേ? വേണ്ടേ? അത് ഫീൽ ചെയ്യാത്തതിൻ്റെ അർത്ഥം എന്താ? ദ റെസ്പോൺസ് ഈസ് ഗെറ്റ് യു. നിങ്ങൾ എന്താണോ നേടുന്ന റെസ്പോൺസ്, അതാണ് നിങ്ങളുടെ ദ മീനിങ് ഓഫ് എ കമ്മ്യൂണിക്കേഷൻ ഈസ് റെസ്പോൺസ് യു ഗെറ്റ്. ശരിക്കും നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്താണ്? നിങ്ങൾ എന്താണോ തിരിച്ചു കിട്ടുന്നത് അതാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങളൊരു കുട്ടിക്ക് ഈ സ്നേഹം കൊടുത്തിട്ട് കുട്ടി നേരെ വിപരീതമാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ്റെ യഥാർത്ഥ മീനിങ് ഇതായിരുന്നു. നിങ്ങൾ വീണ്ടും ആലോചിക്കണം. ഒരു വലിയൊരു ഫിലോസഫിയാണ്. അതായത് ഒരു പോസിറ്റീവ് സൈക്കോളജിയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പ്രീസപ്പോസിഷനിലൊന്നാണ് ദ മീനിങ് ഓഫ് എ കമ്മ്യൂണിക്കേഷൻ ദ റെസ്പോൺസ് യു ഗെറ്റ്. നിങ്ങളൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ യഥാർത്ഥ മീനിങ്, നിങ്ങൾക്ക് എന്താണോ റിട്ടേൺ കിട്ടുന്നത് അതാണ്. ഇവിടെയാണ് മാറേണ്ടത്. അതായത് ഇത് കൊടുത്തിട്ട് നിങ്ങൾ കുട്ടിക്കത് കിട്ടിയോ? ശരി, ഓക്കെ, ഇല്ലേ? തിരുത്തണം. സാറിന് മനസ്സിലായി? ഒന്നുകൂടി പ്രത്യേകിച്ച് ഇവിടെയാണ് വിഷയം.
അതിൽ ഞാൻ ചോദിക്കുന്നത് നമ്മളിപ്പോൾ 30 കുട്ടികളോട് സ്നേഹത്തോടെ പെരുമാറി. ഇപ്പം സാറ് പറഞ്ഞു കൊടുക്കുന്നതേ തിരിച്ച് കിട്ടുന്നില്ലേ അല്ലേ? അതിൽ 5 or 6 കുട്ടികൾ ഓപ്പോസിറ്റ് ആയാൽ എന്തായിരിക്കും? ഇവിടെ സാറ് ക്ഷമിക്കട്ടോ ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ നല്ലത്, അത് മാക്സിമം ക്ലിയർ ആകണമെങ്കിൽ അത് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ. അത് ചിലപ്പോൾ 5 or 6. ഇവിടെ സാറിന് ആക്ഷന് കൂടി പറയാം. സാർ എന്താണ് കൊടുത്ത ആക്ഷൻ, എന്താണ് ആക്ഷനബിൾ ആയിട്ട് കിട്ടിയത്, എന്താണ് അത് അവരാ ബിഹേവിയേഴ്സ്. സാർ കൊടുത്തതെന്ന് പറയാം, എന്താണ് കൊടുത്തതെന്ന്. എങ്ങനെ? അതെ, ഫോർ എക്സാമ്പിൾ ഡിസിപ്ലിൻ ഡ്യൂട്ടി. ഇപ്പം നമ്മൾ ഒരുപാട് നല്ല രീതിയിൽ തന്നെ ഷൂ ഇട്ടോ സോക്സ് ഇട്ടോ ഇൻസൈഡ് ചെയ്യണം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിൽ കുറച്ച് പേര് സാർ എന്താ പറഞ്ഞ കുട്ടിയോട് മോനെന്താ ഇൻസൈഡ് ചെയ്യാത്ത ഇൻസൈഡ് ചെയ്യണം. അപ്പോൾ സാർ അപ്പുറത്തുണ്ടായിരിക്കും, ഫസ്റ്റ് ഞാൻ ചെക്ക് ചെയ്യും. ഇപ്പോൾ കുറേ കുട്ടികൾ ചെയ്യും, മറ്റുള്ളവർ കാണാത്ത പോലെ അങ്ങോട്ട് കേൾക്കാത്ത പോലെ നെവർ മൈൻഡാക്കി പോകും. ഇതെത്രയും ഞങ്ങൾ കണ്ടതാ എന്നുള്ള രീതി. അതിൽ സാർ ഇപ്പോൾ അവരോട് എന്ത് പറഞ്ഞു? ഇൻസൈഡ് ചെയ്യാൻ എപ്പോൾ പറഞ്ഞു? മോർണിംഗ് നിങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി എത്ര തവണ പറഞ്ഞിട്ടുണ്ടാവും? ഡെയിലി പറയുന്ന നിങ്ങളത് കൗണ്ട് ഉണ്ടോ നിങ്ങളുടെ അടുത്ത്? കുട്ടിയോട് എത്ര തവണ പറഞ്ഞു, എന്താണ് റെസ്പോൺസ് എന്ന്? അതല്ലേ ഞങ്ങൾക്കൊരു ആൻസർ പറഞ്ഞില്ല. ഇത് ഓരോ ഭാഗമായിട്ട് തിരിച്ചു തരാം. ഞാനൊരു ദിവസം ഒരു സ്കൂൾ, ഏകദേശം 5000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ, ഇതേപോലെ ഇങ്ങനെ നമ്മൾ ഇത് നല്ലൊരു തരണം ചെയ്യേണ്ട ഒരു മാറ്ററാണിത്. ഇതിൻ്റെ സെഷൻ വരേണ്ടത് ഇങ്ങനെയല്ല. ഈ സെഷനിൽ നിങ്ങൾക്കൊരു ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാനുള്ളൊരു ശ്രമമാണ്. അപ്പോൾ ഇതുപോലെ ആ ഒരു 1 day സെഷൻ കഴിയുമ്പോൾ ഏകദേശം ഒരുപാട് പ്രശ്നങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഒന്നുപോലും സ്ഥിരപ്പെടുത്താൻ കഴിയാതെ എൻ്റെ സദസ്സിങ്ങനെ വട്ടം കറങ്ങുകയായിരുന്നു. അതായത് ഇപ്പോൾ ഇതിൽ നിങ്ങളിപ്പോൾ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ പറയുന്നത്. അപ്പോൾ അവസാനം ചോദിച്ചു, ഞങ്ങൾ നിസ്കാരത്തിന് വേണ്ടി ഉച്ചക്ക് ലഞ്ച് സമയത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ കുട്ടികൾ ശാന്തമായിട്ട് കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോകാൻ വല്ല ഐഡിയ ഉണ്ടോ അതിൻ്റെ അടുത്ത്? കാരണം ഞാൻ ഈ പറഞ്ഞതൊക്കെ അവിടെ പാലിക്കപ്പെടണം. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ ശാന്തമായി നിസ്കരിച്ച് വരാൻ വേണ്ടി എന്താ പറയാറുള്ളത്, എപ്പോഴാണ് പറഞ്ഞത്? അപ്പോൾ ആർക്കും തെളിയിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ അവർ ചോദിച്ചു, ഇനി ഞാൻ നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാം. എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉണ്ടല്ലോ. ഉത്തരം, നിങ്ങൾ എല്ലാ ദിവസവും 1/2 മിനിറ്റ് സമയം ഒരു യൂണിറ്റി സ്വഭാവത്തോടെ എല്ലാവരും പറഞ്ഞ് ബിൽഡ് ചെയ്യേണ്ടതാണ് ഈ സ്ട്രക്ചർ. ഇപ്പോൾ യൂണിഫോം, നിസ്കാരം അല്ല അത്തരം സംഗതികൾ, ഇപ്പോൾ ഡിസിപ്ലിൻ നടക്കുമ്പോഴും ഇതുള്ള ഡിസിപ്ലിൻ, ഇതൊക്കെ എങ്ങനെ ബിൽഡ് ചെയ്യേണ്ടതാണ്? ഇൻസിഡൻ്റലി ബിൽഡ് ചെയ്യാൻ കഴിയുന്ന സാധനം അല്ല. പിന്നെ എങ്ങനെ ചെയ്യണം? ഒരു പെർമനൻ്റ് മോഡിൽ വരേണ്ട ഒരു സാധനമാണ്. അപ്പോൾ എങ്ങനെ ചെയ്യണം എന്നറിയോ? ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ക്ലാസ്സിൽ എല്ലാ ടീച്ചേഴ്സും ദിവസം ഒരു തവണ 1/2 മിനിറ്റ്, ഒരു ദിവസം 1/2 മിനിറ്റ്, അരമണിക്കൂറല്ല 1/2 മിനിറ്റ്, 3 സെൻറ്റൻസ് പോസിറ്റീവ് ലാംഗ്വേജ് കുട്ടികളോട് പറയണം. എല്ലാ ദിവസവും എല്ലാ ടീച്ചേഴ്സും ഈ യൂണിറ്റി സ്വഭാവത്തിൽ പോസിറ്റീവ് ലാംഗ്വേജിൽ 3 സെൻറ്റൻസ് പറയണം. അപ്പം ഞാൻ അവരോട് പറഞ്ഞ സെൻറ്റൻസ് എല്ലാം നെഗറ്റീവ്. എല്ലാവരും നല്ല അച്ചടക്കത്തോടെ പള്ളിയിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ അത് ഷുഡാണ്. പിന്നെ ആരും ശബ്ദം ഉണ്ടാക്കരുത്, നെഗറ്റീവ്. അതായത് ഇൻഡയറക്റ്റ് ഫോമാണ്, നെഗറ്റീവാണ്. അങ്ങനെ കുറേ വട്ടം കറങ്ങി. അപ്പോൾ അവസാനം നമ്മളിവിടെ സ്ഥാപിച്ചു, പള്ളി നിസ്കാരം ഇത്തരം ഈ വിഷയമൊക്കെ ശാന്തതയോടെ നിർവഹിക്കേണ്ടതാണ്. പള്ളി നിസ്കാരം ഈ കാര്യങ്ങളൊക്കെ ശാന്തതയോടെ നിർവഹിക്കുക. പള്ളിയിൽ പോവുക, നിസ്കരിക്കുക, തിരിച്ചു ശാന്തതയോടെ നിർവഹിക്കേണ്ടതാണ്. ഒരു സെൻറ്റൻസ്. 2, നിങ്ങളെ ഈ നിസ്കരിച്ച് തിരിച്ചു വരുന്ന സമയത്ത് ഈ കാര്യം ഓർമ്മിപ്പിക്കാൻ ഈ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലെല്ലാം ഉസ്താദുമാരുണ്ടാകും. ഈ ജംഗ്ഷനുകളിലെല്ലാം ഉസ്താദുമാരുണ്ടാകും. ഇങ്ങനെ 3 സെൻറ്റൻസ്. ഞാൻ ആദ്യം പറഞ്ഞത് 2 സെൻറ്റൻസ് ആക്കിയിട്ടുണ്ട്. 1, പള്ളിയും നിസ്കാരവും ശാന്തമായി നിർവഹിക്കേണ്ട കേന്ദ്രങ്ങളും പ്രവൃത്തിയുമാണ്. 2, നിസ്കരിക്കുമ്പോഴും വുളൂ ചെയ്യുമ്പോഴും അത്തരം സമയങ്ങളിലെല്ലാം ശാന്തത വെച്ച് പുലർത്തണം. ഇങ്ങനെ 3 സെൻറ്റൻസ് ആക്കി. ഈ 3 സെൻറ്റൻസ് പറഞ്ഞതിന് ശേഷം അത് തീരുമാനിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ ഒരു മാസം
3 മാസമാണ് ശരിക്കും സൈക്കോളജി കണക്ക്. പക്ഷെ 1 മാസമെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യണം. ആദ്യത്തെ ഒരാഴ്ച എല്ലാ ദിവസവും 1/2 മിനിറ്റ്, രണ്ടാമത്തെ ആഴ്ച 1.5 വിട്ടുള്ള ദിവസങ്ങളിൽ 1/2 മിനിറ്റ് എല്ലാ ടീച്ചേഴ്സും പറയണം. പറയുന്നത് ആരും ഉറപ്പ് വരുത്തണം. ഓരോ ഗ്രൂപ്പ് ഏകദേശം 100-ലധികം ടീച്ചർ, 200-ഓളം ടീച്ചേഴ്സ് ഉണ്ടാവുന്ന എൻ്റെ ഓർമ്മ. അപ്പോൾ ഓരോ ഗ്രൂപ്പിൽ ലീഡേഴ്സ് ഉണ്ട്. അപ്പോൾ ലീഡേഴ്സ് ആരും എന്തുറപ്പ് വരുത്തണം? പറഞ്ഞ ഉസ്താദുമാരുടെ അല്ലെങ്കിൽ പറഞ്ഞ അധ്യാപകരുടെ കണക്കുറപ്പ് വരുത്തണം. അങ്ങനെ ഒബ്സർവ് ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തുമാത്രമാണ്? എവിടെയെങ്കിലും കുറഞ്ഞ കുട്ടികൾ തുടക്കത്തിൽ ദിവസങ്ങളിൽ പ്രശ്നക്കാരുണ്ടാകുക, അവരെ നിങ്ങൾ തിരിച്ച് ബഹളം വെക്കേണ്ടതില്ല. നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നോട്ട് ചെയ്താൽ മതി. ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. ജസ്റ്റ് നോട്ട് ചെയ്താൽ 2-3 ദിവസം നോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുമെന്നറിയോ? തുടർച്ചയായി പ്രശ്നം ഉണ്ടാക്കുന്നവരുണ്ടോ എന്ന് മനസ്സിലാവും. അതായത് അവിടെ ഒരു പ്രശ്നം, ചെറിയൊരു ആശങ്ക ഉണ്ടാകും നമുക്ക്. ബാക്കിയുള്ളവരും കൂടി ഒച്ച ഉണ്ടാക്കൂലേ? ഇല്ല, കാരണം ഇൻപുട്ട് പോകുന്നുണ്ട്, ഡെയിലി ഇൻപുട്ട് പോകുന്നുണ്ട്. യൂണിറ്റി സ്വഭാവത്തിൽ ഡെയിലി ഇൻപുട്ട് പോകുന്നുണ്ട്. അതിൽ നമ്മുടെ ആത്മാർത്ഥത പോലെ ഇരിക്കൂട്ടോ. ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചർ ഫുള്ള് മൂഡ് ഓഫാണ്. ഈ മൂഡ് ഓഫോടുകൂടെ ഈ സംഗതി പോയി പറഞ്ഞാൽ ഈ മൂഡ് ഓഫ് അവിടെ എത്തും, വാക്ക് അവിടെ എത്തൂല. ഞാനിപ്പോൾ നല്ല മൂഡ് ഓഫോടുകൂടെ സംസാരിച്ചാൽ എൻ്റെ സംസാരത്തെക്കാൾ നിങ്ങൾക്ക് മനസ്സിലാകുക ഞാൻ അത്രയും ക്ഷീണിച്ചിരിക്കുകയെന്ന് മനസ്സിലാകുക. എൻ്റെ സംസാരത്തെക്കാൾ കൂടുതൽ നിങ്ങളെ സ്വാധീനിക്കുക ആ ഒരു സംഗതിയാണ്. ശ്രദ്ധിക്കണം എപ്പോഴും. അപ്പോൾ ഈ മെസ്സേജ് അവർക്ക് കിട്ടി, നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. ഒരാഴ്ച കഴിയുമ്പോൾ ഒബ്സർവ് ചെയ്യുക, ചേഞ്ച് എത്രയുണ്ട്, വീണ്ടും ക്ലിയർ ചെയ്യുക. ഇങ്ങനെ 3 ആഴ്ച കഴിയുമ്പോഴേക്കന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാം. പക്ഷേ 1 മാസം കണ്ടിന്യൂ ചെയ്യുക. ശേഷമുള്ള 2 മാസവും കൂടി നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുകയൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതൊരു ടെൻഡൻസിയായി മാറും, ഒരു സ്ഥിര സ്വഭാവമായി മാറും. അത്രേ ആവശ്യമുള്ളൂ. ഈ യൂണിഫോമിൽ എന്താ വരേണ്ടത്? പോസിറ്റീവ് ലാംഗ്വേജിൽ യൂണിഫോം എന്ത് ചെയ്യണം? ഇൻഫോം ചെയ്യപ്പെടണം. അതിനുശേഷം അത് ഒബ്സർവ് ചെയ്തിട്ട് അതിലെ പോസിറ്റീവിന് റിവാർഡുകൾ സ്ഥിരപ്പെടണം. ഒരു യൂണിഫോം എന്നത് അവരുടെ ഒരു ഇഷ്ട വിഷയമാകുന്നത് വരെ അവരെ അങ്ങനെ ഇൻഫോം ചെയ്ത് അതിൻ്റെ പേരിൽ അവർ റിവാർഡ് അംഗീകരിക്കപ്പെടണം. 3-ാം ഘട്ടത്തിൽ പ്രശ്നമുള്ള ഏരിയ ഉണ്ടെങ്കിൽ അവിടെ മാത്രം ട്രീറ്റ് ചെയ്താൽ മതി. കാരണം ചില കുട്ടികളുണ്ടാകും, ചില ബുദ്ധിമുട്ടുള്ളവർ, അവരെ നിങ്ങൾ ശിക്ഷിച്ചിട്ട് കാര്യമില്ല. കാരണം എല്ലാ കുട്ടിക്കും മടിയല്ല പ്രശ്നം, വേറൊരു പ്രശ്നം ഉണ്ടാവും, അതിൻ്റെ ലക്ഷണമാണിത്. ആ യഥാർത്ഥ പ്രശ്നം കണ്ടെത്തിയാൽ അത് പരിഹാരമായി. മറ്റതൊന്നും പരിഹാരമല്ല, മറ്റൊരു സംഗതിയും പരിഹാരമല്ല. ഇപ്പോൾ ഒരു കുട്ടിക്ക് യൂണിഫോം ഇടാനുള്ള പ്രയാസം, ഷോക്സ് ഇട്ടാൽ അപ്പോൾ ചൊറിച്ചിലുണ്ടാകും. അപ്പോൾ കുട്ടി ഇത് പറഞ്ഞാൽ സാർ അംഗീകരിക്കൂല. അപ്പോൾ സ്വാഭാവികമായും കുട്ടി ഇടാതിരുന്നു നമ്മൾ തല്ലി, ചൊറിച്ചിൽ മാറുമോ? ഇല്ല. ഞാൻ ഉദാഹരണം പറഞ്ഞതാ. ഇങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങളുണ്ടാവും, എല്ലാവർക്കും ഒന്നായിക്കൊള്ളുന്നില്ല. ആദ്യം മാറേണ്ടത് നമ്മുടെ ചിന്താഗതിയാണ്. ഒരു ക്ലാസ് മൊത്തം അങ്ങനെ അധ്യാപക ലോകം പരാജയപ്പെടുന്നതിൻ്റെ ഒരു വല്ലാത്തൊരു ഉദാഹരണമാണ് ആ ഉദാഹരണം. ഒരു ക്ലാസ് മൊത്തം അങ്ങനെ. തീർച്ചയായും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും മക്കളെ പറ്റി. സത്യത്തിൽ ഏതെങ്കിലും ഒരു കുട്ടി ഇങ്ങനെ ഉണ്ടാവും? എനിക്ക് ദുഷിക്കണം, എനിക്ക് നന്നാവരുത്, ഞാൻ പരാജയപ്പെടണം, അങ്ങനെ ഉണ്ടാവും? ഇല്ല. എനിവേ ഏതോ ഒരു കാരണം കൊണ്ട് ആ കുട്ടിയിൽ ആ സിംറ്റം കാണുന്നു. അതിൻ്റെ പേരിൽ നമ്മൾ ചാപ്പ കുത്തുന്നു, ലേബലിംഗ് ചെയ്യുന്നു, നാം ലേബൽ ചെയ്യുന്നു. സത്യം അങ്ങനല്ല.